ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് മണ്ണം മനസ്സ് വന്നിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ലോങ് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വായോ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തുരുത്തിനെ കുറിച്ചാണ്. ആ തുരുത്തിലെ വിശേഷങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും സ്ഥലം ഏതാണെന്ന് പിടികിട്ടിക്കാണും. അതെ, കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കൊടി എന്നറിയപ്പെടുന്ന തുരുത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിന്റെ തെക്കേ അറ്റത്തുള്ളൊരു മുനമ്പാണ് സാമ്പ്രാണിക്കൊടി എന്നറിയപ്പെടുന്ന ഈ തുരുത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയാണ് ഇവിടെ വിനോദസഞ്ചാര സർക്യൂട്ട് പദ്ധതി ആരംഭിച്ചത്. കണ്ടൽ കാടുകൾക്കിടയിലൂടെ അഷ്ടമുടി കായലിന്റെ ഓളപ്പരപ്പിലൂടെ ഒരു യാത്ര. കായലിന്റെ നടുവിലൂടെ മുട്ടൊപ്പം വെള്ളത്തിൽ നടക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ സ്ഥലം. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കൂടുതലായി അടുത്തറിയാം. കൊല്ലം നഗരത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് സാമ്പ്രാണിക്കൊടി എന്ന ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. TTPCയുടെ കീഴിലുള്ള ബോട്ടുകൾ വഴിയാണ് സന്ദർശകർക്ക് ഈ തുരുത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഒരാൾക്ക് ഒരു നിശ്ചിത ടിക്കറ്റ് തുക നിരക്കുണ്ട്. 150 രൂപയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന ആ ടിക്കറ്റ് തുക. ബോട്ടിൽ കയറിയാൽ തുരുത്തിലെത്താൻ ഏകദേശം 20 മിനിറ്റ് സമയമെടുക്കും. 20 മിനിറ്റത്തേക്ക് കായലിലൂടെ ഒരു യാത്ര. അതൊരു അതിമനോഹരമായ യാത്ര തന്നെയാണ്. 14-ാം നൂറ്റാണ്ടിൽ അഷ്ടമുടി കായലിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്ത് കൂടിയാണിത്. ഈ തുരുത്തിന് സാമ്പ്രാണിക്കൊടി എന്ന ഈ പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ചരക്ക് കയറ്റാൻ ഇവിടെ നങ്കൂരമിടുമായിരുന്നു. അത്തരം കപ്പലുകളെ അവിടുത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത് ചാമ്പ്രാണി എന്നായിരുന്നു. ഈ പേര് ലോപിച്ച് കാലക്രമേണ സാമ്പ്രാണിക്കൊടി എന്നായി ഈ തുരുത്തിന്റെ പേര്. ഈ കായലിന്റെ മണൽത്തട്ടിൽ ഇറങ്ങി നിന്ന് ആ കായലിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. കൂടെ സ്വാദിഷ്ടമായ ആഹാരവും ലഭിക്കും. തുരുത്തിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കൂടി വന്നപ്പോൾ തുരുത്തിലെത്തുന്ന ഓരോ സഞ്ചാരികൾക്ക് വേണ്ടിയും ആഹാരവും വെള്ളവും മറ്റ് വസ്തുക്കളും നൽകുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കച്ചവടക്കാർ വള്ളങ്ങളിൽ അവിടെ എത്തിത്തുടങ്ങി. രാവിലെ ഒരു 9 മണി മുതൽ 5 മണി വരെയാണ് സന്ദർശന സമയം ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. 9 മണി മുതൽ ബോട്ടിംഗ് സർവീസുകൾ ആരംഭിച്ചു തുടങ്ങും. 5 മണി വരെ അത് ഉണ്ടാവുകയും ചെയ്യും. ഏകദേശം 65 മിനിറ്റ് ആയിരിക്കും നമുക്ക് കായലിലും കായലിൻ്റെ മധ്യഭാഗത്തായ ഈ തുരുത്തിലും സന്ദർശന സമയമായി ലഭിക്കുന്നത്. 20 മിനിറ്റ് ബോട്ട് യാത്ര എടുക്കുന്നു. ശേഷം 45 മിനിറ്റ് സമയം തുരുത്തിൽ ആസ്വദിക്കാനായി കിട്ടുന്നു. ഈ കായലിലെ മണൽത്തട്ടിൽ വളരെ സുരക്ഷിതമായി തന്നെ നമുക്ക് നടക്കാം. 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ പോലും ഇവിടെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുമാത്രമല്ല, ഈ തുരുത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട്. ഒരേ സമയം 100 പേർക്ക് ഈ തുരുത്തിൽ പ്രവേശനം അനുവദനീയമാണ്. 100-ൽ കൂടുതൽ ആൾക്കാരെ അവിടെ എത്തിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ പൊരുളെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ തുരുത്ത് സന്ദർശിക്കാൻ പോകുമ്പോൾ ആളുകളുടെ എണ്ണം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി ബോട്ട് ജെട്ടിയിൽ തിരക്കി അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 100-ൽ ഒരാളാകാൻ മാത്രമേ നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട്. നിലവിലെ നിർദ്ദേശപ്രകാരം 3 സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ സാമ്പ്രാണിക്കൊടിയിൽ എത്തിക്കുന്നുണ്ട്. പ്രാക്കുളം, കുരീപ്പുഴ, മൺട്രോൺ തുരുത്ത് തുടങ്ങിയ ബോട്ട് ചെട്ടികളിൽ നിന്നെല്ലാം സർവീസുകൾ ഉണ്ട്. തൃക്കരുവ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം നടത്തുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഒരു സ്വർഗം തന്നെയാണ് ഈ സാമ്പ്രാണിക്കൊടി. തിരുവനന്തപുരത്തു നിന്നും വരുന്ന സന്ദർശകർക്ക് വേണ്ടി കൊല്ലം ബൈപ്പാസ് വഴി കടവാവൂർ പാലം കഴിഞ്ഞ് അഞ്ചാലമ്മൂട് വഴി പ്രാക്കുളം ബോട്ട് ചെട്ടിയിൽ എത്തിയിട്ട് അവിടെ നിന്നും DTPC ബോട്ടുകൾ വഴി നിങ്ങൾക്ക് ഈ തുരുത്തിൽ എത്താവുന്നതാണ്. ഈ കായലിൻ്റെ നടുവിലെ യാത്ര വളരെയധികം സുരക്ഷിതത്വം ഉള്ളത് തന്നെയാണ്. ഇതുവരെയും ഈ സാമ്പ്രാണിക്കൊടി എന്ന തുരുത്തിലെത്തിയ ഒരാൾക്കും തന്നെ ഒരു ആപത്തും ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വരാനും ആസ്വദിക്കാനും 100% ഉത്തമമായ ഒരു സ്ഥലം തന്നെയാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും വരാനും ആസ്വദിക്കാനും
പറ്റിയ ഒരിടം തന്നെയാണ് ഈ സാമ്പ്രാണിക്കൊടി. ഇനി ഈ സാമ്പ്രാണിക്കോടിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഓരോ സന്ദർശകർക്കും ഉണ്ട്. പൊതുവായി അവിടെ എത്താത്ത ആളുകൾക്കാണ് കൂടുതലായും സംശയങ്ങൾ ഉള്ളത്. ഇതിൽ സന്ദർശകരുടെ ഇടയിൽ നിന്നും വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്താണെന്ന് ഞാൻ തന്നെ പറയട്ടെ. എങ്ങനെയാണ് കായലിൻ്റെ നടുക്ക് നടക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ആ ഭാഗത്ത് മാത്രം മുട്ടൊപ്പം വെള്ളം മാത്രമുള്ളത്? ഇതല്ലേ നിങ്ങളെ സംശയം? എങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്നും നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടു. ഇങ്ങനെ കായലിൽ മണ്ണ് നിക്ഷേപിച്ചതിനെ തുടർന്നാണ് ഈ തുരുത്ത് രൂപപ്പെട്ടത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്തെന്നാൽ ഈ തുരുത്ത് മനുഷ്യനിർമ്മിതമാണ്. പകരം പുരോഗമനത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്യപ്പെട്ട മണ്ണിനെ കായലിൽ നിക്ഷേപിക്കുകയും മണ്ണ് കുന്നുകൂടി കൂനയായപ്പോൾ കായലിൻ്റെ ആഴം കുറയുകയും ചെയ്തു. ആ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട ഭാഗം ഒരു തുരുത്തുപോലെ രൂപപ്പെട്ടു. അവിടേക്കാണ് ഓരോ സന്ദർശകരും സാമ്പ്രാണിക്കോടിയെ തേടി ഇന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. മനോഹാരിതയും പച്ചപ്പും കണ്ടൽ കാടുകളും ജലജീവികളും മണ്ണും വെള്ളവും എല്ലാം ചേർന്നൊരു അതിമനോഹരമായ ജീവിതത്തിലെ കുറച്ച് സന്തോഷ നിമിഷങ്ങൾ സാമ്പ്രാണിക്കൊടിയിൽ ചിലവഴിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി തന്നെ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഏത് സ്ഥലത്തെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടതെന്ന് കമൻറ്റുകൾ വഴി പറയണേ. കൂടുതൽ വിശേഷങ്ങൾക്കായി മണ്ണും മനസ്സും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ, മറക്കല്ലേ.